മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണ് പ്രധാനമായും കോളറ രോഗാണു മനുഷ്യനിലേക്ക് എത്തുന്നത്. കോളറ രോഗിയെ പരിചരിക്കുന്ന വ്യക്തി മലമൂത്ര മാലിന്യങ്ങൾ കൈകാര്യം ചെയ്തതിനു ശേഷം സോപ്പിട്ട് കൈ കഴുകിയില്ലെങ്കിൽ രോഗപകർച്ചയുണ്ടാകും. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് മിക്കവാറും 1 മുതൽ 2 ദിവസത്തിനകം അസുഖമുണ്ടാകുന്നു. മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണ് പ്രധാനമായും കോളറ രോഗാണു മനുഷ്യനിലേക്ക് എത്തുന്നത്. കോളറ രോഗിയെ പരിചരിക്കുന്ന വ്യക്തി മലമൂത്ര മാലിന്യങ്ങൾ കൈകാര്യം ചെയ്തതിനു ശേഷം സോപ്പിട്ട് കൈ കഴുകിയില്ലെങ്കിലും രോഗപകർച്ചയുണ്ടാകും. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് മിക്കവാറും 1 മുതൽ 2 ദിവസത്തിനകം അസുഖമുണ്ടാകുന്നു. രോഗാണുബാധയുണ്ടായാലും 75% ആൾക്കാരും യാതൊരു ലക്ഷണങ്ങളും പ്രകടമാക്കാതെ രോഗവാഹകരായി രക്ഷപ്പെടുന്നു. ഇവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാൻ കാരണമാകും. ബാക്കി വരുന്ന 25 മുതൽ 30% ആളുകളിൽ കടുത്ത ഛർദി, വയറിളക്കം എന്നിവ പ്രത്യക്ഷപ്പെടുന്നു. ലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിർജ്ജലീകരണം കാരണമുള്ള സങ്കീർണതകൾ നേരിടുന്നതും മരണങ്ങൾ സംഭവിക്കുന്നതുമാണ് ഈ രോഗത്തെ ഇത്രയും പ്രശ്നക്കാരനാക്കുന്നത്. ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെയും മറ്റ് ലവണങ്ങളുടെയും കുറവ് മൂലം അപസ്മാരവും ഉണ്ടായേക്കാം. കുഴിഞ്ഞു വരണ്ട കണ്ണുകൾ, ഉണങ്ങി വരണ്ട ചുണ്ടും നാവും, തൊലി വലിച്ചു വിട്ടാൽ സാവധാനം പൂർവ്വസ്ഥിതിയിലാവൽ, അധിക ദാഹം, അളവിൽ കുറഞ്ഞ് കടുത്ത നിറത്തോട് കൂടിയ മൂത്രം, ക്ഷീണം, അസ്വസ്ഥത, മയക്കം ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം. കൂടാതെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ശുദ്ധമായ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇടയ്ക്കിടെ കിണറിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. മലമൂത്ര വിസർജനം ശൗചാലയത്തിൽ മാത്രം നടത്തുക. ശേഷം കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുകയും ചെയ്യുക. വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതും വളരെയേറെ പ്രധാനമാണ്. കോളറയ്ക്കെതിരെ പ്രതിരോധ കുത്തിവെപ്പുകളും ലഭ്യമാണ്. ഇത്തരം ലളിതമായ മാർഗങ്ങൾ സ്വീകരിച്ച് കോളറയെ വീട്ടിൽ കയറ്റില്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താം.